ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ അയക്കാൻ ഒരുങ്ങി നാസ. 1972 അപ്പോളോ 17 ദൗത്യമാണ് മനുഷ്യനെയും വഹിച്ചുള്ള അവസാന ചന്ദ്രദൗത്യം. 50 വർഷത്തിന് ശേഷം നടക്കുന്ന ചന്ദ്രയാത്രയ്ക്ക് ആർട്ടിമിസ് 2 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ദൗത്യം ഫെബ്രുവരിയിൽ. ബഹിരാകാശ ഗവേഷകരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡയുടെ ബഹിരാകാശ ഏജൻസിയിലെ ജെറമി ഹാൻസനുമാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിലുള്ളത്. 1972 ശേഷം ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുക, ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുക, ചന്ദ്രനിലേക്കുള്ള യാത്രകൾക്ക് ശേഷം ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള പദ്ധതിക്ക് തയ്യാറെടുക്കുക എന്നീ പ്രധാന ലക്ഷ്യങ്ങളോടെയാണ് നാസ ആർട്ടിമിസ് പദ്ധതിക്ക് ഒരുങ്ങുന്നത്. അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായി മനുഷ്യനെയും വഹിച്ചുള്ള ചന്ദ്രദൗത്യത്തിനൊരുങ്ങി നാസ. ദൗത്യത്തിൻ്റെ ഭാഗമായി 4 യാത്രികരെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകും. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ദൗത്യം 10 ദിവസം നീളും. 50 വർഷത്തിന് ശേഷം നടക്കുന്ന ചന്ദ്രയാത്രയ്ക്ക് ആർട്ടിമിസ് 2 എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാസയുടെ ബഹിരാകാശ ഗവേഷകരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡയുടെ ബഹിരാകാശ ഏജൻസിയിലെ ജെറമി ഹാൻസനുമാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിലുള്ളത്. 1972 അപ്പോളോ 17 ദൗത്യമാണ് മനുഷ്യനെയും വഹിച്ചുള്ള അവസാന ചന്ദ്രദൗത്യം. 2026 ഏപ്രിലിലായിരുന്നു ആദ്യം ദൗത്യം നിശ്ചയിച്ചിരുന്നത്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും നാസയുടെ ആക്ടിംഗ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായ ലക്കീഷ ഹോക്കിൻസ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. ബഹിരാകാശ യാത്രികരെ ഇറക്കി ഒടുവിൽ ചന്ദ്രോപരിതലത്തിൽ ദീർഘകാല സാന്നിധ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആർട്ടിമിസ് പ്രോഗ്രാമിൻ്റെ 2ാമത്തെ വിക്ഷേപണമാണ് ആർട്ടിമിസ് 2 ദൗത്യം. 2022 അവസാനമായിരുന്നു നാസ ആർട്ടിമിസ് 1 ദൗത്യം നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ഓറിയോൺ പേടകം സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ എത്തിയിരുന്നു. 2027 യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിലായിരിക്കും മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുക. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.